വളരെ സിമ്പിളായതും എന്നാൽ എക്സാമിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതുമായ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പറയാം അല്ലേ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം അല്ലേ? ക്വസ്റ്റ്യൻ മക്കളെ, താഴെ തന്നിരിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അവരുടെ അവസ്ഥകളെ അടിസ്ഥാനമാക്കി നമ്മൾ തരംതിരിക്കണം. അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? അതിനടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ തരംതിരിക്കണം. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് താഴെ കൊടുത്തിരിക്കുന്നത് നോക്കാം അല്ലേ? നോക്കടാ, നമുക്കറിയാം, അതിന് മുമ്പ് നമുക്കറിയാം ഫിസിക്കൽ സ്റ്റേറ്റുകൾ നമ്മൾ 3 പഠിക്കുന്നുണ്ട്. ഒന്നേതാ മക്കളെ? യെസ്, ഒന്ന് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് എന്ന് പറയും, അഥവാ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? ഖരം. സിമിലർലി രണ്ടാമതായിട്ട് ലിക്വിഡ് സ്റ്റേറ്റ് വരുന്നുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ? സിമ്പിളായിട്ട് പറയാലോ, ഏതാ മക്കളെ? ദ്രാവകാവസ്ഥ, ദ്രാവകം എന്ന് പറയും. മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാ മക്കളെ? യെസ്, ഗ്യാസ് ആണ്. ഗ്യാസ് അല്ലെങ്കിൽ വാതകം എന്ന് പറയാം. സോ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. സോ ഈ താഴെ തന്നിട്ടുള്ള ഈ റൗണ്ടിൽ, ഈ സർക്കിളിൽ, ഈ ഒരു ഓവൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ ഏത് ഷേപ്പാണ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് ഫിസിക്കൽ അവസ്ഥയിലാണ് എന്നുള്ള സിമ്പിളായ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം അല്ലേ? സോ ഞാൻ ഇവരുടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരും ഏതാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു പോകും അല്ലേ? അപ്പോൾ ഇതെന്താ മക്കളെ? വാട്ടർ വേപ്പറാണ് അല്ലെങ്കിൽ നീരാവിയാണ്. നമ്മൾ വെള്ളം ചൂടാക്കുമ്പം അതെന്ത് ചെയ്യാണ്? യെസ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. നമ്മൾ ഏതാ അവസ്ഥ പറഞ്ഞത്? ഗ്യാസ് ആണ് അല്ലേ? സോ മൂന്നാമത്തെ അവസ്ഥയായിട്ടുള്ള ഗ്യാസ് ആണ്. സോ ഏതാ അവസ്ഥയാണ് മക്കളെ? ഒരു ഗ്യാസ് അവസ്ഥയാണ്, അഥവാ നമുക്ക് പറയാം വാതകാവസ്ഥയാണ്. വാതകമാണ് അല്ലേ? നീരാവി. അടുത്തത് മക്കളെ നോക്കടാ, സോപ്പാണ്. സോപ്പ് നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സോപ്പ് അല്ലേ? സോപ്പ് എന്ന് പറയുമ്പം ഏതാവസ്ഥ? സോപ്പിൻ്റെ കട്ടയാണ് കേട്ടോ. സോപ്പിൻ്റെ കട്ട, അല്ലാതെ സോപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല അങ്ങോട്ട് പതപ്പിച്ചിട്ട് അതിലെ വെള്ളത്തെക്കുറിച്ചല്ല, സോപ്പ് കട്ടയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താ പറയാൻ പറ്റുക? യെസ്, നമുക്ക് പറയാം അത് സോളിഡ് ആണ് അല്ലേ? സോളിഡ് സ്റ്റേറ്റ് ആണ്. ഒരു കഷ്ണം പോലെ, ഒരു മരക്കട്ട പോലെ, ഒരു കല്ലിൻ്റെ കഷ്ണം പോലെയാണ് എന്ത് അത് കാണപ്പെടുക. സോ ഏതവസ്ഥയാണ്? ഖരാവസ്ഥയാണ്, ഖരമാണ്. റെഡിയാണ്, നോ പ്രോബ്ലം. അടുത്ത എന്താ മക്കളെ? വെള്ളം. എല്ലാവർക്കും അറിയാം അല്ലേ? ഉറപ്പാണ്. ഒഴുകുന്ന വെള്ളം എന്ന് പറയുമ്പം നമുക്കറിയാം, ജലം എന്ന് പറയുമ്പം ഏതവസ്ഥയാണ്? യെസ്, സിമ്പിളായിട്ട് പറയാം, ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു വെക്കാം. ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു വെക്കാം, അഥവാ ദ്രാവകാവസ്ഥയാണെന്ന് പറയാം. ദ്രാവകം അല്ലേ? സിമ്പിളാണ്. അടുത്തായിട്ട് യെസ്, ഇതെന്താടാ? ഹണി അല്ലേ? അഥവാ തേനാണ്. തേൻ കണ്ടോ നിങ്ങൾ? ഒഴുകുന്നത് കണ്ടോ? ഒഴുകുന്നത് കണ്ടോ അല്ലേ? ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ആർക്കാ ഫ്ലോ ചെയ്യാൻ പറ്റുക? യെസ്, ജലത്തിനാണ് അല്ലെങ്കിൽ ദ്രാവകങ്ങൾക്കാണ് അല്ലേ ഫ്ലോ ചെയ്യാൻ പറ്റുക. ലിക്വിഡ് സ്റ്റേറ്റിനാണ് ഫ്ലോ ചെയ്യാൻ പറ്റുക. സോ നമുക്ക് പറയുന്നത് എന്താ മക്കളെ? ലിക്വിഡ് ആണെന്ന് പറഞ്ഞു വെക്കാലോ. ലിക്വിഡ് ആണെന്ന് പറയാം, അഥവാ ദ്രാവകമാണെന്ന് പറഞ്ഞു വെക്കാം. ദ്രാവകമാണ്. റെഡി? യെസ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇതാരാടാ? ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ആരാണ്? യെസ്, ഒരു ഗ്യാസ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നുണ്ട്. സോ ഇതൊരു ഗ്യാസിന് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഒരു വാതകത്തിൻ്റെ ഉദാഹരണമാണ്, വാതകമാണ്. അപ്പോൾ ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഇനി എയർ ആയിക്കോട്ടെ, എന്താണ്? അത് വാതകമാണ് അല്ലേ? ഓക്സിജൻ വാതകം അല്ലേ? അതൊക്കെ എന്താ? ഗ്യാസ് സ്റ്റേറ്റ് അല്ലേ? ഓക്കെ, റെഡി, മുന്നോട്ട് പോകാം. ഇതെന്താ? യെസ്, ഇത് കെറോസിനാണ്. കെറോസിൻ അഥവാ മണ്ണെണ്ണ. ഓക്കെ, മണ്ണെണ്ണ കണ്ടാൽ തന്നെ അറിയാം എന്താണ്? ലിക്വിഡ് പോലെ ഇങ്ങനെ ഇളകുന്നുണ്ട്. സോ വെള്ളം പോലെയാണ്, ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു വെക്കാം അല്ലേ? ദ്രാവകാവസ്ഥയാണ്, ദ്രാവകമാണ്. റെഡിയാണ് അല്ലേ? ഇനി എയർ, നമ്മൾ നേരത്തെ പറഞ്ഞു എയർ അല്ലേ? ഇതെന്താ മക്കളെ? എയർ ആണ്. എയർ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, വായു ആണ് അല്ലേ? ഓക്കെ, വായു ഏതവസ്ഥയാണ്? നമുക്കറിയാലോ. വായു സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് ആണ് അല്ലേ? ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. സോ ഗ്യാസ് എന്ന് പറഞ്ഞു വെക്കാം, വാതകാവസ്ഥയാണെന്ന് പറയാം, വാതകമാണ്. ക്ലിയർ? റെഡി. ഇനി മരത്തിൻ്റെ കഷ്ണം, എ പീസ് ഓഫ് വുഡ് അല്ലെങ്കിൽ വുഡ് കണ്ടോ? നല്ല കട്ടിയുള്ള ഒരാളാണ് എന്ത്? ഇയാൾ അല്ലേ? സോപ്പ് കട്ട പോലെ, നമ്മൾ മരക്കട്ട എന്നൊക്കെ പറഞ്ഞില്ലേ? സോ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. സംശയം ഉണ്ടോ? ഇല്ല. സോ നമുക്ക് വസ്തുക്കളെ കണ്ടാൽ അവർ ഏതവസ്ഥയാണെന്ന് പറയാൻ അറിയണം. എക്സാമിന് എന്ത് ചെയ്യും? അത് ചോദിക്കും. ഇഷ്ടിക ഓഫ് കോഴ്സ് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലുള്ള അതേപോലെ തന്നെ കട്ടിയുള്ള ഖരവസ്തുവാണ് ആര്? ഇഷ്ടിക. റെഡി? ഓക്കെ. സോ ഇത്രയും ആളുകളെ കുറിച്ചാണ് എക്സാമിന് ചോദിച്ചത്. ഇനി ഇതുപോലെ ബാക്കി കുറേ ആളുകളെ, നമുക്ക് ചുറ്റും കാണുന്ന ആളുകളെ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിക്കുക, ഒഴുകാൻ കഴിയുന്ന വെള്ളം പോലെയുള്ള, ജലത്തെ പോലെയുള്ള ആളുകളാണെങ്കിൽ അവർ ദ്രാവകങ്ങളായിരിക്കും, ലിക്വിഡ്സ് ആയിരിക്കും. നല്ല കട്ടിയുള്ള, നല്ല സോളിഡ് പോലെ, നല്ല കഷ്ണം പോലെ കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഖരാവസ്ഥയാണ്. ഇനി പറന്ന് നടക്കുന്ന ഗ്യാസുകളാണെങ്കിൽ നമുക്ക് ഏതവസ്ഥ പറയാൻ പറ്റുക? വാതകാവസ്ഥ പറയാൻ പറ്റുക. സോ 3 സ്റ്റേറ്റുകൾ തിരിച്ചറിയാൻ പഠിച്ചില്ലേ? ഇതുപോലത്തെ എക്സാമ്പിൾസ് എന്തായാലും എക്സാമിന് വരട്ടെ, നമുക്ക് എഴുതാൻ പറ്റട്ടെ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് ബൈ.